ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തെല്ലാമാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാഹ് നമ്മൾ റാഹത്തായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ 15-ൻ്റെ കുറച്ച് വിശേഷങ്ങളെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കിട്ടുന്ന കാണേട്ടാ. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോൾ ഇതാ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് തിളപ്പിച്ചെടുക്കലാണ്. പിന്നെ ഇന്ന് വീഡിയോ ഇടണ്ടെന്നുള്ള വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈക്ക് നല്ലോണം കഴിയുന്നില്ല, അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പം പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ പുറത്തുനിന്ന് വാങ്ങി ആരും കഴിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ദിക്കറുണ്ടായിന്, പോയിട്ട് മരിച്ച ദിക്കറുണ്ടായിന്, പോയിട്ട് വരുമ്പം അപ്പല വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആരും കഴിച്ചിട്ട്. അപ്പം ഞാൻ ഏതായാലും വിചാരിച്ച് രാവിലെ ബീഫെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ബീഫ് വെച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീഫെല്ലാം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കലാന്ന്. പിന്നെ ഞാൻ വരുമ്പോൾ ബന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബന്ന് വെച്ചിട്ട് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴമുണ്ട് കേട്ടോ. അപ്പം കായ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിപ്പോൾ മയണീസെല്ലാം ആക്കി എടുക്കലാന്ന് കേട്ടോ. ബീഫ് സമയം കൊണ്ട് ഇതാ മയണീസാക്കി എടുത്തു. പിന്നെ ഇതാ ക്യാബേജും ക്യാരറ്റും ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പോക്കറ്റ് ഷവർമക്കുള്ള മസാലക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട്ലറ്റിന് ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം കട്ട്ലറ്റിനുള്ളതെല്ലാം മുറിച്ചെടുക്കലാന്ന്. ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി എടുക്കലാന്ന്. അങ്ങനെ ഇതാ ബീഫെല്ലാം വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചൂടാറാൻ വെക്കലാണ്, കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെക്കലാന്ന്. അങ്ങനെ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ബീഫ് വേവിച്ച അതേ വെള്ളത്തിൽ തന്നെ ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചെടുക്കലാണ് കേട്ടോ. കട്ട്ലറ്റിന് ഉരുളക്കിഴങ്ങ് വേണമല്ലോ, അതിനുള്ളത് വേവിച്ചെടുക്കലാണ്. അതേ വെള്ളത്തിലിട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കലാണ്. ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് തന്നെ ബീഫെല്ലാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാണ്. ബീഫെല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടാ. അപ്പോഴേക്കും ഞാനിതാ അതിനുള്ള മസാല റെഡിയാക്കി എടുക്കലാന്ന് കേട്ടോ. കട്ട്ലറ്റിൻ്റെ മസാല റെഡിയാക്കി എടുക്കലാന്ന്. ഇതാ ഉള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, ഗരം മസാല അങ്ങനത്തെ മസാലപ്പൊടികളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവിച്ച ബീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കനും ബീഫെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. ഞാൻ ബീഫേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് കേട്ടോ. ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിയാത്തത് കൊണ്ട് ഏതാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ടെൻഷനിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബീഫ് മാത്രമേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നെയ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, മുത്തായത്തിന്. അപ്പോൾ നെയ് റോസ്റ്റും ചട്നിയും സാമ്പാറും കേട്ടോ. സാമ്പാറെല്ലാം മമ്മി നേരത്തെ ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ ചിക്കൻ്റെ ആവശ്യമില്ല, ബീഫ് മാത്രം മതി വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കി വെച്ചെങ്കിൽ ഇപ്പോൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടിട്ട് വരുമ്പോൾ ബന്ന് വാങ്ങിയാന്ന് കേട്ടോ. അപ്പോൾ അതിന് ചിക്കൻ ആവശ്യമുണ്ട്. പിന്നെ അത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്നെല്ലാം എടുക്കുമ്പോൾ അലിയണമെങ്കിൽ കുറേ സമയമാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഏതായാലും മുട്ട പൊങ്ങിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മുട്ട പൊങ്ങിയിട്ട് ഇങ്ങനെ ചെറിയ പീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാന്ന് വിചാരിച്ച്. പിന്നെ മുട്ടയെല്ലാം പൊങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് അതും മടിയാന്ന് കേട്ടോ. അത് ഈ ബീഫ് തന്നെ കുറച്ച് മസാല എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. പോക്കറ്റ് ഷവർമയിലൊക്കെ മസാലയ്ക്ക് ബീഫിൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പം അങ്ങനെ ബീഫ് പോക്കറ്റ് ഷവർമയായിട്ടാണ്. ഇതാ ബാക്കിയുള്ളത് ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബീഫ് പോക്കറ്റ് ഷവർമ നല്ല ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ആക്കി നോക്കട്ടോ, നല്ല ഉണ്ടായിരുന്നു കേട്ടോ. വയറെല്ലാം പെട്ടെന്ന് ഫില്ലാവും. അങ്ങനെ കട്ട്ലറ്റിൽ റെഡിയാക്കി എടുക്കലാന്ന്. അങ്ങനെ ഇത് 15ാമത്തെ നോമ്പിൻ്റെ അന്നാണ് കേട്ടോ. ഇന്ന് വോയിസുള്ള സമയത്ത് 16ാം നോമ്പാണ്, നാളെ 17ാം നോമ്പാണ് കേട്ടോ. എല്ലാവരുടെ ദുആയിൽ ഞങ്ങളെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ നമ്മളെ മൂത്ത മോളി 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും വേണ്ടി ദുആ ചെയ്യണം, നല്ല മാർക്കോടെ ജയിക്കാനും പരീക്ഷകളിൽ പഠിച്ചതൊന്നും മറക്കാതെ നിൽക്കാനും കേട്ടോ. എൻ്റെ പ്രാർത്ഥനയും നിങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. അങ്ങനത്തെ കട്ട്ലറ്റിൽ ഓരോന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ കട്ട്ലറ്റെല്ലാം റെഡിയാക്കി എടുത്തിട്ടാം. അതിന് ശേഷം മുട്ടൻ്റെ മിക്സിലേക്ക് മുക്കി കൊടുത്തിട്ട്
പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കലാണ്. എന്നിട്ട് ചൂടാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. അങ്ങനെ അതാ കട്ലറ്റിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വേറെന്ത് സ്നാക്ക് നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ. കട്ലറ്റിന് എടുക്കുന്നത് മാറിയാൽ അപ്പോൾ കരിഞ്ഞു പോകട്ടാ. പിന്നെ ഉള്ളെല്ലാം നല്ലപോലെ ബീഫാണെങ്കിൽ എല്ലാം കുക്കായിട്ട് വന്നല്ലോ ഉരുളക്കിഴങ്ങെല്ലാം മോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റാൻ കഴിയും, എന്ത് ആക്കാൻ കഴിയട്ടെ. അപ്പോൾ അടന്നെ നിൽക്കണം. ഇനി കായ്പോളക്കളെല്ലാം റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. അതാ ഫസ്റ്റ് തന്നെ അതാ മുട്ടയെല്ലാം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പഴമെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മുട്ടയിലേക്ക് ഇതാ പഞ്ചസാരെല്ലാം ചേർത്ത് കൊടുക്കലാണ്, ഏലക്കായെല്ലാം. ഒരു ചെറിയ പഴം വെച്ചിട്ടാണ് കേട്ടോ കായ്പോള ഉണ്ടാക്കുന്നത്. അങ്ങനെ എഗ്ഗെല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പഞ്ചസാര കുറച്ച് കുറവുണ്ടായി, എന്താ പഞ്ചസാര ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ പഴം വാട്ടിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പഴം വാട്ടിയെടുക്കലാണ്. അങ്ങനെ പഴം വാട്ടിയെടുത്തു കേട്ടോ. അതിന് ശേഷം ആ മുട്ടൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ. ആ സമയം കൊണ്ട് അതൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ മുട്ടയും പഴത്തിൻ്റെയും മിക്സി ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കലാണ്. അങ്ങനെ കുറച്ച് സമയം പിന്നെ ചൂടായതിനു ശേഷം അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പാത്രം വെച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ അതവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ റെഡി ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ ഇതാ ഞാൻ കാടമുട്ടെല്ലാം പൊങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മി അതിൻ്റെ തൊലിയെല്ലാം അടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിന് പിന്നെ മസാല പറ്റിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ. കറിവേപ്പില മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ. അപ്പോൾ കാടമുട്ട ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മുട്ട ഫ്രൈ റെഡിയാക്കി കഴിഞ്ഞു. ഇനി പോക്കറ്റ് ഷവർമ റെഡിയാക്കി എടുക്കലാണ്. ബ്രെഡിൻ്റെ നടുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കലാണ്. ഒരു ബ്രെഡിന് ഒരു ബന്നിനെ ഒരു ബന്നിനെ 2 പീസാക്കി എടുക്കട്ടെ. അതിന് ശേഷം നടുവിൽ ഇതുപോലെ ഇങ്ങനെ കീറി കൊടുക്കട്ടെ. അതിന് ശേഷം ഇങ്ങനെ മസാല നിറച്ച് കൊടുക്കലാണ്. അപ്പോൾ ബന്നി പോക്കറ്റ് ഷവർമേൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. ഇത്ര കേട്ടോ. ഇത് നല്ല ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഒന്ന് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫുള്ള് ആക്കട്ടെ. അത് വട്ടത്തിൽ മുറിച്ചെടുത്താൽ മതി. അതിന് ശേഷം നടുവിൽ പിന്നെ ഫില്ലിങ് ആക്കി കൊടുത്തിട്ട് അതിന് മുകളിൽ മറ്റേ പീസ് ഒന്ന് വെച്ച് കൊടുത്താൽ മതില്ല. പക്ഷേ നോമ്പിനൊന്നും അങ്ങനെ ഒന്ന് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അത് മാത്രം കഴിയും. നമ്മളിപ്പോൾ കട്ലറ്റ് ഉണ്ട്, പിന്നെ കായ്പോള എല്ലാം ഇല്ല. അപ്പോൾ അങ്ങനെ കഴിയട്ടെ. അതുകൊണ്ട് ഓരോരോ പീസ് മാത്രം ആക്കിയിട്ടു അങ്ങനെ ഇതിൽ അപ്പോൾ റെഡിയാക്കി എടുത്തിട്ട് അതിന് ജ്യൂസ് റെഡിയാക്കി എടുക്കലാണ്. ഇന്ന് ഓറഞ്ച് മുസമ്പി ജ്യൂസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ബത്തക്ക ജ്യൂസാണ് കേട്ടോ ആക്കിയത്. ഓറഞ്ച് മുസമ്പി എല്ലാകുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിന് പോയിട്ട് ആക്കണം. അങ്ങനെ ബത്തക്ക ജ്യൂസ് റെഡിയാക്കി എടുത്തു കേട്ടോ. മമ്മി പിന്നെ ചെറുനാരങ്ങ സർബത്തെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഓരോന്ന് റെഡി ആയിട്ടുണ്ട്. അതിനുള്ള ടേബിളിൽ കൊണ്ടുവെക്കലാണ്. ഇനി ഷെയ്ക്ക് ആക്കാനുണ്ട് കേട്ടോ. അത് മനസ്സുറിച്ച വന്നിട്ട് ആക്കൂട്ടോ. അങ്ങനെ ഇതാ മനസ്സുറിച്ച വന്നിട്ടുണ്ട്. ഷെയ്ക്കെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിതാ ബാങ്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് സമയം ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പാത്രത്തിലെല്ലാം സെറ്റാക്കി വെക്കലാന്ന് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പം പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനെല്ലാം. പിന്നെ നമുക്കായെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിപ്പറക്കി ഇതെടുക്കുമെന്നും പറയണ്ട കേട്ടോ. നമുക്ക് നമ്മളെ പ്ലേറ്റിലുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് തിന്നാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ.
അങ്ങനെ ഞാൻ ഇത് കായ്പോളയിൽ വെച്ച് കൊടുത്തിട്ട് എന്താ കായ്പോള മധുരക്കുന്നതല്ലേ, അപ്പോൾ ഞാൻ ഇത് പിന്നെ കുറച്ച് ശ്വാസമെല്ലാം കൂട്ടി തിന്നിട്ടില്ല, അത് മാത്രമായിട്ട് അതിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ബാങ്കെല്ലാം കൊടുത്തുവിട്ടോ, അൽഹംദുലില്ലാ. അങ്ങനെ നോമ്പെല്ലാം തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ കാണാൻ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.